Good morning. Good morning, Miss. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്? ഡിപ്പാർട്ട്മെന്റുകള് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു? നെഫ്രോളജി പറഞ്ഞിരുന്നു, പിന്നെ ഓർത്തോപീഡിക്സ് അല്ലെ, ഓർത്തോപീഡിക്സ് നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ ന്യൂക്ലിയർ മെഡിസിൻ, ഓങ്കോളജി, ഒഫ്താൽമോളജി, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ന്യൂക്ലിയർ മെഡിസിനില് ഇങ്ങനെയുള്ള ഡിസീസസ് ഒക്കെ അത് ട്രീറ്റ് ചെയ്യുന്ന ഒരാൾ പറയാമോ? പറയാം. അശ്വതി ഉണ്ടോ? അശ്വതി അജേഷ് ഉണ്ടോ? അശ്വതി അജേഷ്, സൗണ്ട് കുറവാണോ? സൗണ്ട് കൂട്ടിയില്ല. ഓക്കെ, പറഞ്ഞോളൂ. അശ്വതി അജീഷ് ഉണ്ടോ? അശ്വതി അജീഷ് ഇല്ല. ആരാണ് പറയാ? ദീപാരഞ്ജു ഉണ്ടോ? 80 പേര് നമ്മുടെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും ഒരാളെ പറഞ്ഞാൽ നന്നായിരിക്കും. എന്തായിരിക്കും ന്യൂക്ലിയർ മെഡിസിൻ? എന്താണ്? ഹൈപ്പർ തൈറോയിഡിസം, Thyroid cancer, തൈറോയ്ഡ് ക്യാൻസർ, lymphoma, bone pain, heart disease, gastrolite, endocrine, neurological disorders. ഓക്കെ, സാജിദയല്ലേ പറഞ്ഞു? സാജിദ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഓങ്കോളജി പറഞ്ഞിരുന്നു അല്ലെ. എന്താണ് ഓങ്കോളജി? വേറൊരാള് പറഞ്ഞു. ജോഷ്നി ഉണ്ടോ? ജോഷ്നി പറയാമോ? ഒന്ന് ആരെങ്കിലും ഒരാൾ പറയൂ. ഓങ്കോളജി ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അതെ, അപ്പൊ ഇതിന്റെ 3 ഏരിയാസ് നമ്മൾ പഠിച്ചു അല്ലെ. മെഡിക്കൽ ഓങ്കോളജി ഉണ്ട്, സർജിക്കൽ ഓങ്കോളജി ഉണ്ട്, പിന്നെ റേഡിയേഷൻ ഓങ്കോളജി ഉണ്ട്. മെഡിക്കൽ എന്ന് പറയുന്നത് മെഡിസിൻ കൊടുത്ത് തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് മെഡിക്കൽ ഓങ്കോളജിയിൽ വരുന്നത്. സർജിക്കൽ എന്ന് പറഞ്ഞാൽ സർജറി സംബന്ധമായിട്ട് ചെയ്യുന്നതിനെയാണ്. റേഡിയേഷൻ എന്ന് പറയുന്നത് റേഡിയേഷൻ കൊടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വായിക്കാൻ പറ്റാത്ത ഒരു ക്ലാസ്സിൽ കയറിയിട്ടില്ലാത്തവരൊക്കെ ഈ പറഞ്ഞ പോലെ സമയം കണ്ടെത്തണം. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഓൺ മ്യൂട്ട് ചെയ്യാതെ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. എന്താണ് ഐശ്വര്യ? ഐശ്വര്യക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? RRT അല്ലെ. RRT എന്ന് പറഞ്ഞാല് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് കേട്ടോ. നമ്മുടെ നെഫ്രോളജിയിൽ പറഞ്ഞതാണ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതെന്താണ് റീനൽ റീപ്ലേസ്മെന്റ്? റീനൽ എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതിൽ വരുന്ന അത്തരം റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ്, അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് കേട്ടോ. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും ഡയാലിസിസും ഒക്കെ ഈ പറയുന്ന റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ വരുന്ന പ്രൊസീജിയേഴ്സ് ആണ്. മനസ്സിലായില്ലേ ശരിക്കും? റീനൽ കേട്ടോ, റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. റീനൽ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇന്നലെ നമ്മൾ ഓർത്തോപീഡിക്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. ഓർത്തോപീഡിക്സ് വരെയല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി. ഏതാണ്? പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി. എന്താണ് പീഡിയാട്രിക്സ്? നിങ്ങൾക്ക് അറിയാം അല്ലെ. പീഡിയാട്രിക്സും അറിയാം, നിയോനാറ്റോളജി ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ് പീഡിയാട്രിക്? പീഡിയാട്രിക് പറഞ്ഞിരുന്നോ? എന്നിട്ട് പീഡിയാട്രിക്സ് പറഞ്ഞിരുന്നോ? ഇൻഫാന്റ് ആൻഡ് ചിൽഡ്രൻ. ഇല്ല, പറഞ്ഞു. ഓക്കെ, പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്നത് പറയാം കേട്ടോ. കുറച്ച് പേര് പറഞ്ഞു എന്ന് പറഞ്ഞു, അതാണ് ഞാൻ ചോദിച്ചത്.
അതായത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്യൂസുമായിട്ട് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഒരു വകുപ്പാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് അല്ലെ. ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ദെയർ ഡിസീസസ് അല്ലെ. കുട്ടികളും അവരുടെ അസുഖങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ നിയോനാറ്റോളജി എന്തായിരിക്കും? നിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതെ, നവജാത ശിശുക്കൾ അല്ലെ, ന്യൂ ബോൺ ബേബീസ് ആണ്. നിയോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ന്യൂ എന്നാണ് കേട്ടോ. ന്യൂ ബോൺ ബേബീസ് ആണ്. നവജാത ശിശുക്കൾക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. ഈ നിയോനാറ്റോളജി വന്നിട്ട് പീഡിയാട്രിക്സ് വിഭാഗത്തിന്റെ ഉപവിഭാഗമാണ് കേട്ടോ. അതായത് സബ് സ്പെഷ്യാലിറ്റി ആണ്. പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സബ് സ്പെഷ്യാലിറ്റി അഥവാ ഉപവിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നിയോനാറ്റോളജി എന്ന് പറയുന്നത്. അത് കുഞ്ഞുങ്ങളെ നവജാത ശിശുക്കൾക്ക് പ്രത്യേക പരിചരണം നൽകുന്ന ഒരു വകുപ്പാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമുക്ക് വായിക്കാം. The Department of General Pediatrics provided comprehensive outpatient and inpatient care for sick infants and children. അല്ലെ, എന്താണ് പീഡിയാട്രിക്സും ആൻഡ് നിയോനാറ്റോളജി ഒരുമിച്ച് പറയാണ് അല്ലെ അവര്. The Department of General Pediatrics provided the comprehensive outpatient and inpatient care for sick infants and children. അല്ലെ, ജനറൽ പീഡിയാട്രിക് വകുപ്പ് എന്ന് പറയുന്നത് പീഡിയാട്രിക് രോഗികളായിട്ടുള്ള ആർക്കൊക്കെയാണ്? കുട്ടികൾക്ക്, അതുപോലെ തന്നെ നവജാത ശിശുക്കൾക്കും എങ്ങനെയുള്ള പരിചരണമാണ് അവർ കൊടുക്കുന്നത്? കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അല്ലെ, സമഗ്രമായിട്ടുള്ള ഒരു ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് പരിചരണം നൽകുന്ന ഒരു വകുപ്പാണ്. നമുക്കറിയാവുന്നതാണ് അല്ലെ. ഇനി അത്രയുള്ളൂ പീഡിയാട്രിക്സിനെ കുറിച്ച് അവര് പറയുന്നത്. ഇനി എന്താണ് നിയോനാറ്റോളജി എന്ന് പറഞ്ഞാല്? നിയോനാറ്റോളജി ഈസ് എ സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ് that provides the medical care to the newborn child, especially the ill or premature newborn infant. അല്ലെ, എന്താണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത്? പീഡിയാട്രിക്സ് വിഭാഗത്തിന്റെ ഒരു ഉപവിഭാഗമാണ് അല്ലെ. അത് വന്നിട്ട് നവജാത ശിശുക്കൾക്ക് പ്രത്യേകിച്ച് എങ്ങനെയാണ്? അസുഖബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ പ്രിമേച്ചർ ബേബീസ് ഉണ്ടായിരിക്കും അല്ലെ, മാസം തികയാതെയൊക്കെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെ സിയ, കറക്റ്റ് ആണ്. ജോബി കറക്റ്റ് ആണ് കേട്ടോ. മാസം തികയാതെയൊക്കെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഒരു വകുപ്പാണ്. അത് വന്നിട്ട് പീഡിയാട്രിക്സിന്റെ സബ് സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ, ഉപവിഭാഗമാണ്. അതിനെ നമ്മൾ നിയോനാറ്റോളജി എന്നാണ് പറയുന്നത്. ക്ലിയർ? ഇനി എന്താണ്? ഇറ്റ് ഈസ് ഹോസ്പിറ്റൽ ബേസ്ഡ് സ്പെഷ്യാലിറ്റി. സ്പെഷ്യലി എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, സ്പെഷ്യാലിറ്റി എന്നാണ് പറഞ്ഞത്. It is a hospital-based specialty and is usually practiced in neonatal intensive care unit, that is NICU. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, NICU. എന്താണ് പറയുന്നത്? നിയോനാറ്റോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തികച്ചും എന്താണ്? ഹോസ്പിറ്റൽ അധിഷ്ഠിതമാണ് അല്ലെ, ആശുപത്രി അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. കാര്യം എന്താണ്? അവര് പ്രവർത്തിക്കുന്നത് ഇതിലൂടെയാണ്, NICUയിലൂടെയാണ് അല്ലെ. അതായത് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലൂടെയാണ് അവരുടെ ഫങ്ഷൻസ് അല്ലെ അവര് പ്രവർത്തിക്കുന്നത്. കാര്യം എന്താണ്? അത് ആശുപത്രി അധിഷ്ഠിതമാണെന്ന് പറയാൻ കാരണം ആ ഒരു സേവനം ആശുപത്രിയിലൂടെ മാത്രം ലഭിക്കുന്നതാണ് അല്ലെ. കാരണം നവജാത ശിശുക്കളാണ്, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്കത് ഒരു പുറത്തൊരു ക്ലിനിക്കിലോ അങ്ങനെയൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? അതെന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ അധിഷ്ഠിതമാണെന്ന് പറയാൻ കാരണം? ബിക്കോസ് എന്താണ്? ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, NICUയിലൂടെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. NICUവിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ICU അറിയാലോ, എന്ന് സൂചിപ്പിക്കുന്നത് നിയോനാറ്റൽ ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഡെലിവറി ഒക്കെ കഴിഞ്ഞാല് നമുക്കിപ്പോ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ കളറാണ്, മഞ്ഞിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു 2-3 ദിവസമൊക്കെ കിടത്തും അല്ലെ. അപ്പോ സാധാരണ കുഞ്ഞുങ്ങളെ അന്നേരം NICUയിലാണ് പ്രവേശിപ്പിക്കാറ്. അതുപോലെ മാസം തിരിയാതെയൊക്കെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അവരെയൊക്കെ നമ്മള് പരിചരണം കൊടുക്കുന്നത് ഇത്തരം NICUയിലൂടെയാണ് കേട്ടല്ലോ. ഓക്കെ, പിന്നെ അടുത്ത എന്താണ് പറയുന്നത്? മെഡിക്കൽ കെയർ ഈസ് ഗിവൻ ടു ബേബീസ് ഹു ആർ പ്രീമച്വർ ആൻഡ് ലോ ബർത്ത് വെയിറ്റ് വിത്ത് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ
ബർത്ത് ഡിഫക്ട്സ്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് കേട്ടോ എന്റെ ഇവിടെ പറയുന്നത്. അതായത് ഈ പറയുന്ന നവജാത ശിശുക്കൾ എങ്ങനെയുള്ള കുട്ടികളാണ്? ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുരടിപ്പാണ് അല്ലെ. ഗ്രോത്ത് റിട്ടാർഡേഷൻ ഒക്കെ എന്താണ്? വളർച്ചാ മുരടിപ്പ് അല്ലെങ്കിൽ വളർച്ചാ മാന്ദ്യം എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഗർഭാശയ വളർച്ചാ മാന്ദ്യമാണ് കേട്ടോ. അതെ ജോലി, പോഷകക്കുറവൊക്കെ മൂലം ഉണ്ടാവുന്നതാണ്. പ്രഗ്നൻസി പീരീഡിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര വളർച്ച ഉണ്ടാകാത്തൊരവസ്ഥ. മനസ്സിലായല്ലോ? അതായത് ഇപ്പൊ ഇത്ര വീക്ക് ആവുമ്പോൾ ഇത്ര വളർച്ച ആ കുഞ്ഞിന് ഉണ്ടായിരിക്കണം. അതായത് നമ്മള് സ്കാനിങ്ങും ചെക്കപ്പും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? കുഞ്ഞ് കറക്റ്റ് ആയിട്ട് കുഞ്ഞിന് വളർച്ചയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഓരോ വീക്സ് കഴിയുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇത്ര ആ ഒരു രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു നോർമൽ വെയിറ്റിനകത്തേക്ക് സാധാരണ ആ ഒരു വളർച്ച എത്താതെ വരുന്ന ആ ഒരു കണ്ടീഷൻ അവസ്ഥയാണ് നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഗർഭാശയ വളർച്ചാ മാന്ദ്യം. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നേരത്തെ ജോബി പറഞ്ഞ പോലെ പോഷകക്കുറവ് കൊണ്ടുണ്ടായിരിക്കാം. അമ്മ ശരിയായ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, അമ്മയ്ക്ക് ശരിയായ രീതിയിലുള്ള പോഷകാഹാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ അത് ബാധിക്കും അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ഡയബറ്റീസ് ഉണ്ടാവും. ചിലർക്ക് പ്രഗ്നൻസി ടൈമില് ഡയബറ്റീസ് ഉണ്ടാവും അല്ലെ, ഷുഗർ ഒക്കെ വരാം. ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ വളർച്ചയെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ആൽക്കഹോൾ അബ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും വളർച്ചാ മുരടിപ്പിനൊക്കെ കാരണമാകും കേട്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ അഥവാ ഗർഭാശയ വളർച്ചാ മാന്ദ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബർത്ത് ഡിഫക്ട്സ് ഉണ്ടായിരിക്കും അല്ലെ. ജനന വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിമച്വർ ബേബീസ് അല്ലെ, മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങള്, അതുപോലെ വേണ്ടത്ര ശരീരഭാരമില്ലാത്ത കുഞ്ഞുങ്ങള്, അവർക്കൊക്കെ ഒരു വൈദ്യസഹായം അല്ലെ, ഒരു വൈദ്യപരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് നിയോനാറ്റോളജി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ് അതിലൂടെ തിരിച്ചൊന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. പിന്നെ എന്താണ് പീഡിയാട്രിക് സർജറി എന്ന് പറഞ്ഞാല്? പീഡിയാട്രിക് സർജറി ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് that deals with all surgical conditions from birth to the age of 15 years. അതായത് ജനനം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എല്ലാവിധ ശസ്ത്രക്രിയാ വശങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ്. ശസ്ത്രക്രിയാ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതിനെ നമുക്ക് എന്ത് പറയാം? പീഡിയാട്രിക് സർജറി എന്ന് പറയാം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പുതിയതായിട്ടൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അപ്പൊ നമ്മള് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി എന്താണ് നമ്മള് അതെ ഫെർവിൻ കറക്റ്റ് ആണ്. 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവർക്ക് ജനിക്കുന്നത് തൊട്ട് 15 വയസ്സാകുന്നത് വരെ അല്ലെ, അതുവരെയുള്ള കുട്ടികളുടെ ഈ പറയുന്ന എല്ലാ വിധത്തിലുള്ള ശസ്ത്രക്രിയാ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക് സർജറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ പീഡിയാട്രിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ദെയർ ഡിസീസ്. നിയോനാറ്റോളജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ് ആണ്. പിന്നെ എന്തൊക്കെ കെയറിംഗ് ആണ് അവർ കൊടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലെ. അതായത് ഈ പറയുന്ന പ്രിമച്വർ ബേബീസ്, ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങള്, പിന്നെ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉള്ള കുഞ്ഞുങ്ങള്, ബർത്ത് ഡിഫക്ട്സ് ഒക്കെ ഉള്ള കുട്ടികളില് എന്താണ് അവർക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഒരു പീഡിയാട്രിക്സിന്റെ ഉപവിഭാഗമാണ് നിയോനാറ്റോളജി. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? പിന്നെ NICUയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പോകാം. അടുത്തത് ഏതാണ്? സൈക്യാട്രി അല്ലെ. സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. സൈക്യാട്രിസ്റ്റ്, സൈക്യാട്രി ഇപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന അല്ലെ. അതായത് ഈ പറയുന്ന മാനസികമായിട്ടുള്ള തകരാറുകളുള്ള ആളുകൾക്കൊക്കെ എന്താണ് അവർക്ക് ചികിത്സ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഒരു മെഡിക്കൽ വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സൈക്യാട്രി എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. സൈക്യാട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. നിങ്ങളുടെ മെസ്സേജ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ജസ്മിനി, അനുശ്രീ, ഫർബീൻ എന്നൊക്കെ പറയുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. മെസ്സേജസ് കാണുന്നുണ്ട്. എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ. Psychiatry is a branch of medicine that deals with the diagnosis, treatment and prevention of emotional, behavioral or cognitive disturbance. അല്ലെ. അതായത് ഈ പറയുന്ന പെരുമാറ്റത്തിലോ അല്ലെ വൈകാരികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങള്, വൈകാരികമോ എന്താണ് അനുശ്രീ? NICUയുടെ ഫുൾ ഫോം അതിനെ കൊടുത്തിട്ടുണ്ട്. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. സൗണ്ടിന് പ്രശ്നം വരുന്നുണ്ടോ? സൗണ്ട് കുറവ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്?
ആ, ഞാൻ കുറച്ചുകൂടെ ഉറക്കെ പറയണോ? ഉറക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന വൈകാരികമോ അല്ലെങ്കിൽ പെരുമാറ്റപരമോ അല്ലെങ്കിൽ വൈജ്ഞാനികമോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെ? അത്തരം പ്രശ്നങ്ങള് അതിന്റെയൊക്കെ പ്രതിരോധം അല്ലെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, ഇതെല്ലാം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് സൈക്യാട്രി എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലെ? സൈക്യാട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ്, അല്ലെ? രോഗനിർണയം ഉണ്ട്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ, അല്ലെ? അതിന് വേണ്ട ചികിത്സ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രിവെൻഷനും ചെയ്യുന്നുണ്ട്, അല്ലെ? എന്തിന്റെയൊക്കെയാണ്? ഇമോഷണൽ, അല്ലെ? വൈകാരികമായിട്ടുള്ളതോ, ബിഹേവിയറൽ, പെരുമാറ്റപരമോ, ഓർ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ്, അല്ലെ? വൈജ്ഞാനികമോ ആയിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ചികിത്സിക്കുന്ന ഒരു വകുപ്പാണ് സൈക്യാട്രി എന്ന് പറയുന്നത്. This department deals with the investigating and treating patients with a wide range of mental illness and disorders, അല്ലെ? വിവിധ തരത്തിലുള്ള മാനസിക തകരാറുകള് അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ള രോഗികളെയൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക, അല്ലെ? അവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. സം സർവീസസ് ഇൻക്ലൂഡ്, അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സൈക്യാട്രി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി എന്തെല്ലാം സേവനങ്ങളാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, കേട്ടോ? എന്തൊക്കെ സേവനങ്ങളാണ്? അത് പോയിന്റ്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. എന്താണ്? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, അല്ലെ? അതായത് മാനസികമായിട്ടുള്ളൊരു സാമൂഹികമായിട്ടുള്ളൊരു കൗൺസിലിംഗ് ആർക്ക് കൊടുത്തിരിക്കണം? അത്തരം പേഷ്യൻസിന് കൊടുത്തിരിക്കണം, അല്ലെ? ഇപ്പൊ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ കൗൺസിലിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അത് അദ്ദേഹം ജീവിക്കുന്ന വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിലായിക്കോട്ടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ എല്ലാ തരത്തിലുള്ള നല്ല രീതിയിൽ ഒരു ആൾക്ക് വർക്ക് ചെയ്യാൻ മീൻസ് എന്താണ്? നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക, ഒരു മാനസികമായിട്ടുള്ള ഒരു ഉയർന്ന നിലവാരം അതിൽ ഉണ്ടാക്കിയെടുക്കുക. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അതെ, മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ശരിക്കും മാനസികമായിട്ട് എപ്പോഴും നമ്മൾ എന്തായിരിക്കണം? ഹെൽത്തി ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പല സിറ്റുവേഷൻസിനും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മള് വയനാട് ഇപ്പോ വലിയൊരു ദുരന്തമൊക്കെ ഉണ്ടായി, അല്ലെ? ചൂരൽമലയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കി, ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവരുടെ ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ അവസ്ഥ. അപ്പൊ നമ്മൾ വാർത്തയിലും ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിരുന്നു, അല്ലെ? അവർക്കൊരു കൗൺസിലിംഗ് ആദ്യം കൊടുക്കണം, ശരിയല്ലേ? അവര് അത്രയും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ അവരത് ഹാൻഡിൽ ചെയ്യുക. അവരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഓരോരുത്തർക്കും ഓവർകം ചെയ്ത് വരണം, അല്ലെ? അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പോയി അപകടമൊക്കെ നേരിട്ട് കണ്ടു നിന്ന ആളുകളുണ്ട് അതിനകത്ത്. നമ്മൾ കണ്ടതാണ്, അല്ലെ? നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രയാസം തോന്നിയ ഒരവസ്ഥയാണ്. അപ്പൊ അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ വാർത്തയിലും മറ്റുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ ഒരു സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് ആണ്. അതൊരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്നതല്ല, കേട്ടോ. അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് കൊടുക്കുന്നതായിരിക്കാം, ഫാമിലിക്ക് കൊടുക്കുന്നതായിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗിലൂടെ അവരുടെ മെന്റൽ ഹെൽത്ത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മെന്റൽ ഹെൽത്ത് മാത്രമല്ല, അതിന് ഫിസിക്കലായിട്ടും ഈ പറയുന്ന സൈക്കോളജിക്കലായിട്ടും അവരുടെ ഒരു വെൽബീയിങ് എല്ലാത്തിനെയും ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സേവനമാണ്, കേട്ടോ, എന്തെന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സേവനം ഏത് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നതാണ്? സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നതാണ്, കേട്ടല്ലോ. അവര് മാത്രമല്ല, മറ്റുള്ള കൗൺസിലിംഗ് ഒക്കെ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളുകളും കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്, കേട്ടോ. നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സേവനത്തിലും ഒരെണ്ണമാണ് ഈ പറയുന്ന സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സേവനം എന്താണ് പറയുന്നത്? ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്. എന്താണ് പറയുക? അതെ, കറക്റ്റ് ആണ്, കേട്ടോ. സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, അല്ലെ? അതായത് മാനസികമായിട്ട് തകരാറുകള് നേരിടുന്ന ആളുകളെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതുപോലെ ഡയഗ്നോസ് ചെയ്യുക, അവരെ ചികിത്സിക്കുക. അങ്ങനെയുള്ള സേവനങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. പിന്നെന്താണ്? കണ്ടക്ടിങ് IQ ടെസ്റ്റ്, അല്ലെ? എന്താണ് IQ എന്ന് പറഞ്ഞാല്? IQ നമ്മൾ പറയാറുണ്ട്, അല്ലെ? ചില ആൾക്കാരുടെ പറയാൻ ഭയങ്കര നല്ല IQ കൂടിയ ആളാണ്, അല്ലെ? നല്ല IQ ഉള്ള ആളാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണത്? ഇന്റലിജൻസ് കോഷ്യന്റ് ആണ്, കേട്ടോ.
ബുദ്ധി അളക്കുന്നത്. അതെ ജോബി, കറക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധിയെ മെഷർ ചെയ്യുന്ന ബുദ്ധിമാപനമാണ് കേട്ടോ IQ എന്ന് പറയുന്നത്. ഇന്റലിജൻസ് കോഷ്യന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ഇന്റലിജൻസ് കോഷ്യന്റ്, ക്വസ്റ്റ്യനിങ് അല്ല കോഷ്യന്റ് ആണ് കേട്ടോ. അതെ ദീപ കറക്റ്റ് ആണ് കേട്ടോ. ഇന്റലിജൻസ് കോഷ്യന്റ് ആണ് IQ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ എന്തിനു വേണ്ടിയിട്ടാണ് IQ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്? എന്തെങ്കിലും ഈ പറയുന്ന മെന്റൽ ഡിസേബിലിറ്റീസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ. അത് മാത്രമല്ല, നമ്മളിപ്പോ സൈക്യാട്രി വെച്ചിട്ടാണ് പറഞ്ഞത് മെന്റൽ ഡിസേബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള എഡ്യൂക്കേഷണൽ അസസ്മെന്റിനൊക്കെ ആയിട്ട് നമ്മൾ IQ ടെസ്റ്റ് നടത്താറുണ്ട്. സാധാരണ നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൊക്കെ IQ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ അളക്കുന്നത് കേട്ടോ. അതിനകത്തൊക്കെ ഒരു വലിയ ചാർട്ടൊക്കെ ഉണ്ട്. IQ ലെവല് ഏറ്റവും കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ 130 ആ റേഞ്ചിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വെരി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും, നല്ല ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ IQ ലെവൽ കുറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരെ നമ്മൾ ഈ എന്താണ് ഇമ്പസൈൽസ്, മോറോൺസ് എന്നൊക്കെ പറയും, മൂഢബുദ്ധി അല്ലെങ്കിൽ മന്ദബുദ്ധി എന്നൊക്കെ പറയുന്നതൊക്കെ ഈ IQ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇന്റലിജൻസ് കോഷ്യന്റ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അത്തരത്തിലുള്ള IQ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഓട്ടിസം? ഓട്ടിസം എന്ന് പറയുന്നത് വേറൊരു വൈകല്യമാണ്. അതായത് ഓട്ടിസം എന്ന് പറയുന്നത് ഈ പറയുന്ന ബുദ്ധി തകരാറുകളൊക്കെ വരും IQ കുറഞ്ഞു കഴിഞ്ഞാൽ. IQ കൂടുതലുള്ള ആൾക്കാർക്ക് നല്ല ഇന്റലിജന്റ് ആയിരിക്കും. സാധാരണ നമ്മൾ അത് മെന്റൽ ഏജ് ടു ക്രോണോളജിക്കൽ ഏജ് വെച്ചിട്ടാണ് IQ മെഷർ ചെയ്യുക. മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് എന്നാണ് പറയുക. അതായത് നമ്മളുടെ ശരിക്കുമുള്ള ഒരു പ്രായം വെച്ചിട്ട് മാനസിക വയസ്സിന് അവ തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് 5 വയസ്സിലുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ അതിന് 5 വയസ്സിലുള്ള ഒരു മാനസിക പക്വത ആ കുഞ്ഞിനുണ്ടായിരിക്കണം. ചില ആൾക്കാരെ സംബന്ധിച്ച് 5 വയസ്സേ ഉള്ളൂ, ബേസിക്കലി 5 വയസ്സേ ഉള്ളൂ, പക്ഷെ ബുദ്ധി ചിലപ്പോൾ നല്ല ഇന്റലിജന്റ് പവറുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ IQ കൂടുതലായിരിക്കാം. ഇനി ചില ആൾക്കാർക്ക് ആ വയസ്സിനൊത്ത് എന്തുണ്ടായിരിക്കില്ല, മെന്റൽ ഈ പറയുന്ന മാനസിക പക്വത ഉണ്ടായിരിക്കില്ല. അപ്പൊ അവരുടെ IQ കുറഞ്ഞു പോകും. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞൊരു തരം മെന്റൽ ഡിസേബിലിറ്റീസിന് കാരണമാകും. അപ്പൊ അത്തരത്തിലുള്ള IQ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. അതേപോലെ ഇഡിയറ്റ്സ് ബിലോ 25 IQ ഒക്കെ പോയാൽ അവർ ഇഡിയറ്റ്സ് എന്നാണ് പറയുക, മൂഢബുദ്ധി എന്നാണ് അവർ പറയുക കേട്ടോ. പിന്നെ അടുത്ത സേവനം എന്താണ്? ഡി അഡിക്ഷൻ. കറക്റ്റ് ആണ് ദീപ, 140 ഒക്കെ വന്ന ജീനിയസ് ആണ് അവര്. ഡി അഡിക്ഷൻ സർവീസസ്, അതെ ജിസ്മിനി പറഞ്ഞ പോലെ ആൽക്കഹോൾ അഡിക്ഷൻ. ആൽക്കഹോൾ മാത്രമല്ല കേട്ടോ ഇതിനകത്ത് വരുന്നത്. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലെ മയക്കുമരുന്നുകളുടെ ഉപയോഗം. എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾ തൊട്ട് നമ്മുടെ പലപ്പോഴും വാർത്തയിലൊക്കെ കാണുന്നുണ്ട് അല്ലെ, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ പിടിക്കുമ്പോൾ ഒക്കെ ഒരു ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ വളരെ ചെറിയ അല്ലെ വളരെ പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇന്നത്തെ കാലത്ത് മദ്യം എന്നതിനേക്കാൾ ഉപരി മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള ഡി അഡിക്ഷൻ സർവീസസ്, ഈ അഡിക്ഷൻ എന്ന് പറയുന്നതും ഒരു തരം ബ്രെയിൻ ഡിസോർഡർ ആണ് ശരിക്കും അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്തരം മയക്കുമരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. ശരിക്കും അവിടെ ബ്രെയിനിന്റെ ഫംഗ്ഷനെയാണ് അത് ബാധിക്കുന്നത്. ബ്രെയിനെ അത് ഡിസോർഡർ ആക്കി കളയും. ബ്രെയിനിന്റെ ഫംഗ്ഷൻസിനെ കംപ്ലീറ്റ് അത് ഡിസോർഡർ ആക്കും. അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ മാറുകയും പിന്നീട് അവര് മൊത്തത്തിൽ അബ്നോർമൽ ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പൊ ഇത്തരത്തിലുള്ള ഡി അഡിക്ഷൻ സർവീസസുകൾ സൈക്യാട്രി കൊടുക്കുന്നുണ്ട്. അവർ ആ അഡിക്ഷനിൽ നിന്നും മാറ്റി അവരൊരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനിലൂടെ അവരെ അതിൽ നിന്നും റിക്കവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ അവരെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു അവയർനെസ് ഒക്കെ കൊടുത്ത് അവരെ തിരിച്ച് ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരും. അതാണ് ഡി അഡിക്ഷൻ സർവീസസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സേവനങ്ങളും ഏത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകുന്നുണ്ട്? സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ പറഞ്ഞത്? പ്രൊവൈഡിംഗ് ദ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, പിന്നെന്താണ് ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്, പിന്നെന്താണ് കണ്ടക്ടിംഗ് IQ ടെസ്റ്റുകൾ, പിന്നെ ഡി അഡിക്ഷൻ സർവീസസ്. ക്ലിയർ ആയല്ലോ? സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമണോളജി. ഇതാണ് പൾമണോളജി. എന്തായിരിക്കും പൾമണോളജി? നിങ്ങൾക്ക് അറിയാം, പറഞ്ഞോളൂ. പൾമണോളജി എന്താണ്? അതെ റെസ്പിറേറ്ററി അല്ലെ, അതെ ഫർവില്ല, അതെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള. ശ്രുതി, ഗംഗ, ദീപ എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. രചി, സുമി, മണികണ്ഠൻ ഒക്കെ കറക്റ്റ് ആണ് പറയുന്നത്. എന്താണ്? ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമണോളജി എന്ന് പറയുന്നത് അല്ലെ.
Pulmonology is the medical specialty that deals with the diagnosis and the treatment of diseases of lungs or respiratory system. നമ്മുടെ ലങ്സ് അല്ലെ, ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ എന്താണ് അവയ്ക്ക് വരുന്ന അസുഖങ്ങൾ, അതിന്റെ ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് ഒക്കെ ചെയ്യുന്ന ഒരു വകുപ്പാണ് പൾമണോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് റെസ്പിറോളജി. അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പൾമണോളജിനെ പറയുന്ന മറ്റു പേരുകൾ അറിഞ്ഞു വെക്കണം. റെസ്പിറോളജി, റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വസനമാണ് അല്ലെ, ശ്വസനമാണ്. ആ ഒരു പേരുമായിട്ട് കണക്ട് ചെയ്തിട്ട് റെസ്പിറോളജി. പിന്നെ റെസ്പിറേറ്ററി മെഡിസിൻ ഓർ ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരുകൾ കേട്ടോ. പൾമണോളജി എന്ന് പറയും, റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ കേട്ടാൽ അത് എന്ത് തന്നെയാണ്? ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പൾമണോളജി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരുകളാണ്. ഇറ്റ് ഡീൽസ് വിത്ത് കോമൺ. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ്. എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നൽകുന്നത്? അതാണ് ഈ പറയുന്നത് കേട്ടോ. ഇറ്റ് ഡീൽസ് വിത്ത് കോമൺ ഡിസീസസ് ലൈക്ക് അലർജി, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ എക്സെട്ര അല്ലെ. ശ്വാസകോശത്തിനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അലർജി അല്ലെ, അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഇന്ന് ഒത്തിരി ആളുകൾക്ക് ഉണ്ട്. അലർജിക് പ്രോബ്ലംസ്, പൊടിക്ക് അലർജി, ചില ഭക്ഷണത്തിനോട് അലർജി അല്ലെ. ഇങ്ങനെയൊക്കെ അലർജിക് പ്രോബ്ലംസ് വരുമ്പോൾ ചിലവർ ഈ പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മി അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയുണ്ട് അല്ലെ അലർജിക് പ്രോബ്ലംസ്. മിക്കവർക്കും ഉണ്ട് കേട്ടോ അലർജിക് പ്രോബ്ലംസ്. ഡസ്റ്റ് അലർജി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ സ്നീസിങ് വരും അല്ലെ, അത് നമുക്ക് ഈ ശ്വാസം മുട്ടല്, ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതൊക്കെ ഭയങ്കരമായിട്ട് ഇന്നത്തെ എനിക്ക് തോന്നുന്നു കോവിഡ് വന്നതിന് ശേഷം ഇതൊക്കെ ഒത്തിരി കൂടുതലാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അലർജിക് പ്രോബ്ലംസ്. പിന്നെ എന്താണ്? ബ്രോങ്കൈറ്റിസ് അല്ലെ. എന്താണ് രാധിക? ലങ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്നിട്ട് രാധികയ്ക്ക് ഓക്കെ ആയില്ലേ? ക്യൂർ ആയില്ലേ? ക്യൂർ ആയില്ല. ഓക്കെ, ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവും അല്ലെ. മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ബ്രോങ്കൈറ്റിസ് അല്ലെ. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ലങ്ങിലേക്കുള്ള, ശ്വാസകോശത്തിലേക്കുള്ള ആ എയർവേസ് ബ്ലോക്ക് ആവുന്ന അവസ്ഥയാണ് കേട്ടോ. അവിടെ ഇൻഫ്ലമേഷൻ വരും. ആ ഒരു ശ്വസന നാളിക്ക് ഇൻഫ്ലമേഷൻ വരും, വീക്കം വരും. ആൻഡ് ദാറ്റ് ഇസ് ഫിൽഡ് വിത്ത് മ്യൂക്കസ്. ഒത്തിരി കഫമൊക്കെ വന്ന് നിറയുമ്പോൾ ഈ പറയുന്ന എയർ ഫ്ലോ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അപ്പൊ നമുക്ക് ശ്വാസം മുട്ടലൊക്കെ വരും കേട്ടോ. ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ലങ് ക്യാൻസർ, ശ്വാസകോശാർബുദം, ഇങ്ങനെയുള്ള ഡിസീസസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമണോളജി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അലർജി, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഹു ഈസ് പൾമണോളജിസ്റ്റ്? ആരാണ് പൾമണോളജിസ്റ്റ് എന്നാണ് ഈ അടുത്ത സെന്റൻസിൽ പറയുന്നത്. ആരായിരിക്കും പൾമണോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ലങ്ങിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള ഡോക്ടർ ആയിരിക്കും. അതിനെ നമ്മൾ എന്താ പറയാ? പൾമണോളജിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. പൾമണോളജിസ്റ്റ് ആർ സ്പെഷ്യലി ട്രെയിൻഡ് ഇൻ ഡിസീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ചെസ്റ്റ്, particularly pneumonia, asthma, tuberculosis and complicated chest infection. അപ്പൊ ഇത്തരം അസുഖങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് അല്ലെ. ആരാണ് പൾമണോളജിസ്റ്റ് എന്ന് പറയുന്നത്? ഹീസ് എ സ്പെഷ്യലി ട്രെയിൻഡ് അല്ലെ, സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം വന്നിട്ട് ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്താണ് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അല്ലെ ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂമോണിയ, അതുപോലെ ആസ്മ അല്ലെ, ശ്വാസമുട്ടല്, പിന്നെന്താണ് ട്യൂബർകുലോസിസ്, ക്ഷയരോഗം. ക്ഷയരോഗം ശ്വാസകോശത്തിനെയാണ് കേട്ടോ ബാധിക്കുന്നത്. അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പല ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ആ ഡോക്ടറിനെ നമ്മൾ എന്താ പറയാ? പൾമണോളജിസ്റ്റ് എന്നാണ് പറയാ. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ കേട്ടോ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സിമ്പിൾ ആയിട്ട് അത് കഴിഞ്ഞു. പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിന്റെ മറ്റു പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ഓർ ചെസ്റ്റ് മെഡിസിൻ. പിന്നെ എന്തൊക്കെ ഡിസീസസിനുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അലർജി, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ കേട്ടോ. പിന്നെ പൾമണോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? എന്താണ് ഐശ്വര്യ? ബ്രോങ്കൈറ്റിസ് അല്ലെ. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്വാസകോശത്തിലേക്കുള്ള എന്താ പറയാ എയർവേസ് ഉണ്ട്, ശ്വസന നാളികളുണ്ട്. അതിന് വരുന്ന വീക്കമാണ്, ഇൻഫ്ലമേഷൻ വരും. അവിടെ കഫം വന്ന് നിറയും. ആ ശ്വസന നാളിയില് കഫം വന്ന് നിറയും. ഓക്കെ, കഫം വന്ന് നിറയുന്ന എന്ത് സംഭവിക്കും? എയർ ഫ്ലോ പ്രോപ്പർ ആവില്ല കേട്ടോ.
അപ്പൊ അങ്ങനെ വരുന്ന അവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാലോ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? പ്ലാസ്റ്റിക് സർജറി. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ, ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പൊ പലർക്കും പണ്ടൊക്കെ ഞാനും ചെറുതായിരുന്നപ്പോ പ്ലാസ്റ്റിക് സർജറി നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അല്ല പ്ലാസ്റ്റിക് വെച്ച് വല്ല സർജറി നടത്തുന്നതാണോ, അങ്ങനെയൊക്കെ ആണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ സത്യത്തില് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ ഈ പറയുന്ന പ്ലാസ്റ്റിക് സർജറിക്ക്. ഞാനൊക്കെ അങ്ങനെ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട് ഇനി വല്ല പ്ലാസ്റ്റിക് വെച്ച് വല്ല സർജറി ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വല്ല ഉരുക്കി വേറെ രീതിയിൽ വല്ല രൂപമാറ്റമൊക്കെ വരുത്തിയിട്ട് ചെയ്യുന്ന സർജറിയാണോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്, പ്ലാസ്റ്റിക്കുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല കേട്ടോ പ്ലാസ്റ്റിക് സർജറിക്ക്. ആ ഒരു ടേം വന്നത് ശരിക്കും പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് കേട്ടോ. പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് ആ ഒരു പ്ലാസ്റ്റിക് സർജറി എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ഇതാണ്, ടു മോൾഡ് എന്നാണ് അർത്ഥം കേട്ടോ. ടു മോൾഡ്, MOULD, മോൾഡ്. മോൾഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? രൂപാന്തരപ്പെടുത്തുക അല്ലെ, മോൾഡ് ചെയ്തെടുക്കുക അല്ലെ, രൂപാന്തരപ്പെടുത്തുക അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തുക എന്നൊക്കെ അർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായത് കേട്ടോ. അങ്ങനെയാണ് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരിക്കുന്നത്. കാര്യം എന്താണ്? ഈ പറയുന്ന മനുഷ്യ കോശങ്ങൾ, നമുക്കറിയാം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കോശങ്ങളാൽ നിർമ്മിതമാണ് അല്ലെ. അപ്പൊ ഇത്തരം കോശങ്ങളെയൊക്കെ പല രൂപമാറ്റമൊക്കെ വരുത്തിയിട്ട് മോൾഡ് ചെയ്തെടുക്കുകയാണ് അവിടെ അല്ലെ, രൂപമാറ്റം വരുത്തിയിട്ട് എന്താണ് അങ്ങനെയുള്ള ചികിത്സ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. ഇറ്റ് ഈസ് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി. എന്ത് സ്പെഷ്യാലിറ്റി ആണ്? സർജിക്കൽ സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ, ശസ്ത്രക്രിയാ വിഭാഗമാണത്. ഇറ്റ് ഈസ് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഇൻ മെഡിസിൻ that focuses on surgical repair of defects of form. എന്താണ് പറയുന്നത്? ഡിഫക്ട്സ് ഓഫ് ഫോം അല്ലെ, രൂപമാറ്റം അല്ലെ, രൂപവൈകല്യങ്ങള്. അതുപോലെ തന്നെ ഓർ ഫങ്ഷൻ ഓഫ് എനി ഓഫ് ദ ഹ്യൂമൻ ബോഡി അല്ലെ. ഇപ്പൊ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റം അല്ലെ, രൂപവൈകല്യങ്ങള് അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യങ്ങളെയൊക്കെ ശസ്ത്രക്രിയയിലൂടെ എന്താണ് തിരുത്തുന്ന, ശസ്ത്രക്രിയയിലൂടെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് സ്പെഷ്യാലിറ്റി ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻടു ടു സബ് സ്പെഷ്യാലിറ്റീസ് കേട്ടോ. എന്തൊക്കെയാണ് പറയുന്നത്? പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് 2 സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ, 2 ഉപവിഭാഗങ്ങളുണ്ട്. അത് നോട്ട് ചെയ്ത് പഠിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് വന്നിട്ട് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. ഒന്നാമത്തെ എന്താണ്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. രണ്ടാമത്തത് കോസ്മെറ്റിക് സർജറി. ഏതൊക്കെയാണ്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, രണ്ടാമത്തത് കോസ്മെറ്റിക് സർജറി. ഇനി ഓരോ എന്താണ് ഫാത്തിമ ഒന്നുകൂടെ പറയണോ? പ്ലാസ്റ്റിക് സർജറി ആണ് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാ ഉണ്ടായെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടാണ്, പഠിക്കാനൊന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അതായത് പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന ആ ഒരു പേര് വന്നത് കേട്ടോ. പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ടു മോൾഡ് എന്നാണ്, അതായത് രൂപാന്തരപ്പെടുത്തുക കേട്ടോ. MOULD മോൾഡ് ആണ് കേട്ടോ. MOULD മോൾഡ് ചെയ്തെടുക്കുക, അതായത് രൂപമാറ്റം വരുത്തിയെടുക്കുക, രൂപാന്തരപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ പറയുന്ന പ്ലാസ്റ്റിക് സർജറി ഉണ്ടായത്. അത് 2 വിഭാഗങ്ങളുണ്ട്, 2 ഉപവിഭാഗങ്ങളുണ്ട്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, മറ്റൊന്ന് കോസ്മെറ്റിക് സർജറി. അപ്പൊ എന്താണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി? നമുക്ക് ആ പേരിൽ നിന്ന് എന്നൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലെ. റീകൺസ്ട്രക്ട് ചെയ്യാണ്, പുനർനിർമ്മിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി കറക്ട്സ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട്സ് അല്ലെ. ഈ പറയുന്ന ഘടനാ വൈകല്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്ന എന്താണ് പ്ലാസ്റ്റിക് സർജറിനെയാണ് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഇപ്പൊ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇപ്പൊ ജന്മനാ തന്നെ ചില രൂപ വൈകല്യങ്ങളായിട്ട് ജനിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. ജന്മനാ രൂപ വൈകല്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയിട്ട് അല്ലെ, പരിക്കൊക്കെ പറ്റിയിട്ട് മറ്റ് ഡിഫക്ട്സ് വരാം അല്ലെ, രൂപവൈകല്യങ്ങൾ വരാം.
അതുപോലെ തന്നെ ഇപ്പൊ പൊള്ളലേൽക്കുക അല്ലെ, പൊള്ളലേറ്റിട്ട് അല്ലെങ്കിൽ പൊള്ളലേറ്റതിന് ശേഷം ഉണ്ടാകുന്ന ഡിഫക്റ്റുകള്, പിന്നെ ഈ പറയുന്ന സർജിക്കൽ ഡിഫക്റ്റ് വരാം, ശസ്ത്രക്രിയാ വൈകല്യങ്ങൾ വരാം, എസ്പെഷ്യലി ഈ പറയുന്ന ക്യാൻസർ ഒക്കെ വരുന്ന പേഷ്യൻസിന്. അപ്പൊ അവർക്ക് ക്യാൻസർ ഒക്കെ ബാധിച്ച ഭാഗങ്ങൾ ചിലപ്പോൾ മുറിച്ചു മാറ്റുമ്പോഴോ അങ്ങനെയൊക്കെ അവർക്ക് എന്ത് വരാം, രൂപവൈകല്യങ്ങളൊക്കെ വരാം. അപ്പൊ അവയൊക്കെ തിരുത്തുന്ന, അവയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് അവരെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം. പഴയൊരു രൂപത്തിലേക്ക് ഒരു പരിധി വരെ അവര് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർജറി ഒക്കെയാണ് ഈ പറയുന്ന റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിക്കകത്ത് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ചിലവർക്ക് ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് വല്ല അവയവങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഭാഗങ്ങള് എന്താ പറയാ കട്ടായി പോകും അല്ലെ, മുറിച്ച് മാറ്റിയൊക്കെ പോയി കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ എന്താ പറയാ കയ്യോ കാലോ അല്ലെങ്കിൽ ഇപ്പൊ ചെവിയോ എന്ത് വേണമെങ്കിലും ആവാം അല്ലെ, ഏത് ബോഡി പാർട്സ് വേണമെങ്കിലും ആവാം. അപ്പൊ അതൊക്കെ കട്ടായി പോയി കഴിഞ്ഞാൽ മുറിഞ്ഞു മാറിയൊക്കെ പോയി കഴിഞ്ഞാല് അതിനെ തിരിച്ച് തുന്നി ചേർക്കാനൊക്കെ ആയിട്ടുള്ള സർജറി ഏതിനകത്താണ് വരുന്നത്, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിക്കകത്താണ് വരുന്നത്. മനസ്സിലായി? തുന്നി ചേർക്കാന്ന് പറയുമ്പോൾ ചുമ്മാ തുന്നി ചേർക്കാൻ പറ്റില്ല, അതിനകത്തൂടെ ഈ പറയുന്ന ബ്ലഡ് വെസൽസ്, ഈ പറയുന്ന രക്തക്കുഴലുകള്, പിന്നെ അതിന്റെ തൊലി, ഞരമ്പുകള്, അങ്ങനെയുള്ളതൊക്കെ തുന്നിച്ചേർത്ത് കറക്റ്റ് ആയിട്ട് കൂട്ടിച്ചേർത്തിട്ട് വേണം തിരിച്ച് ആ ഒരു പൊസിഷനിലേക്ക് വെക്കാനായിട്ട്. അങ്ങനെയുള്ള സർജറികളും ഇതിനകത്ത് വരുന്നുണ്ട്. എന്താണ് മേരി സ്റ്റെല്ല, ഹസ്ബൻഡിന് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സർജറികളൊക്കെ ഇതിനകത്താണ് വരുന്നത്, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിക്കകത്താണ് വരുന്നത് കേട്ടോ. അപ്പൊ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി കറക്ട്സ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട്സ് കേട്ടോ, അതായത് രൂപവൈകല്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യങ്ങളെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്ലാസ്റ്റിക് സർജറിയാണ് റീകൺസ്ട്രക്റ്റീവ് കേട്ടോ. റീകൺസ്ട്രക്ട് ചെയ്യാണ് അവിടെ, റീക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്, കോസ്മെറ്റിക് സർജറി. അത് നമുക്കൊക്കെ ഒരുവിധം അറിയാവുന്ന കാര്യമാണ് അല്ലെ, കോസ്മെറ്റിക് സർജറി. അതെ, ബ്യൂട്ടി ഓഫ് ഫേസസ്, ഫേസസിന്റെ ബ്യൂട്ടി മാത്രമല്ല കേട്ടോ, ശരീരത്തിന്റെ തന്നെ മൊത്തത്തിലൊരു രൂപഭംഗി വരുത്താനൊക്കെ ആയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്, കോസ്മെറ്റിക് സർജറിയാണ്. നോക്കൂ, കോസ്മെറ്റിക് സർജറി എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് ബോഡി ത്രൂ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ, അതായത് ശസ്ത്രക്രിയകളുടെ രൂപഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതിന് അഭംഗി ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചും കൂടെ രൂപഭംഗി വരുത്താനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അത്തരം സർജറികളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, കോസ്മെറ്റിക് സർജറിക്കകത്ത് വരുന്നത്. നമുക്ക് പ്രത്യേകിച്ച് അറിയാം, പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ ഫിലിം സ്റ്റാർസ് അല്ലെ, നടിമാരും നടന്മാരും, അതായത് ഫിലിം സ്റ്റാർസ് ഒക്കെ ഇപ്പോഴും വളരെ എന്നായിട്ട് അല്ലെ ഇരിക്കുന്നതൊക്കെ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടാണ്. നമുക്ക് തന്നെ അറിയാം അല്ലെ, ഒത്തിരി സിനിമയൊക്കെ നമ്മുടെ എന്താണ് ശ്രീദേവി എന്ന് പറഞ്ഞൊരു നടി ഉണ്ടായിരുന്നില്ലേ, മരിച്ചുപോയി അവരെ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടു കഴിഞ്ഞാല് അവരുടെ മൂക്ക് ശരിക്കും എന്താണ് ഉരുണ്ടിരിക്കുന്ന മൂക്കായിരുന്നു. പിന്നീട് അവര് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് ആ ഒരു മൂക്കൊക്കെ നല്ല ഷേപ്പ് ആക്കി എടുത്ത് അല്ലെ, കുറച്ചും കൂടെ നല്ല ഭംഗിയായി മാറി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതായത് മൈക്കിൾ ജാക്സൺ ഒക്കെ നല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. മൊത്തത്തില് കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്ത് ആളുകളാണ് അല്ലെ അവരൊക്കെ. അതുപോലെ സാമന്ത എന്ന് പറഞ്ഞിട്ട് നടില്ലേ, അവരൊക്കെ നല്ല ഭംഗിയില്ലേ, അവര് ശരിക്കും അവർ നാച്ചുറൽ ലുക്ക് നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവര് കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു ചിലവര് കോസ്മെറ്റിക് സർജറി ചെയ്യുമ്പോൾ ഉള്ള ഭംഗിയും കൂടെ തോന്നുന്നുണ്ടോന്ന് എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ചിലപ്പോ നാച്ചുറൽ ആയിട്ട് അവരെ കാണുന്നിട്ട് ഒരു ഭംഗി അവർക്ക് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് അല്ലെ. ഒത്തിരി ആൾക്കാർക്ക് അറിയാം അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, കോസ്മെറ്റിക് സർജറിയാണ്. രൂപഭംഗി എന്ന് പറയുമ്പോൾ ഫേസിന്റെ മാത്രം ഭംഗിയല്ല കേട്ടോ. നമ്മള് ഇപ്പൊ മൂക്ക് അല്ലെ, മൂക്കിന്റെ ഭംഗി, അതുപോലെ ചുണ്ട് അല്ലെ, ചുണ്ടിന്റെ ഷേപ്പ് ഒക്കെ മാറ്റാം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ടമ്മി അല്ലെ, നമ്മുടെ വയറ്, ചില ആളുകൾക്ക് ഈ പറയുന്ന അതേ രീതി ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിയാണ് ശരിക്കും. നാച്ചുറൽ ബ്യൂട്ടി എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ ഈ പറയുന്ന ടെമ്മി, ഈ വയറൊക്കെ ചാടുക, ആ ഭാഗത്തേക്ക് ഫാറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ട്രിം ഒക്കെ ആക്കുക, അതൊക്കെ ഈ പറയുന്ന കോസ്മെറ്റിക് സർജറിക്കകത്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ ബ്രസ്റ്റ് അല്ലെ, ബ്രസ്റ്റ് തൂങ്ങി പോവുക, അതൊക്കെ കുറച്ച് ഭംഗിയാക്കുക, അങ്ങനെയുള്ള അതൊക്കെ ഈ വരുന്നത് ഈ പറയുന്ന കോസ്മെറ്റിക് സർജറിയിൽ വരുന്നതാണ് കേട്ടോ. ഫേസിലെ മാത്രമുള്ള കാര്യങ്ങളല്ല, ഇതെല്ലാം ഉൾപ്പെട്ട് രൂപഭംഗി വരുത്തുന്ന സർജറീസ് ആണ് ഇതിനകത്ത് പറയുന്നത് കോസ്മെറ്റിക് സർജറിയിൽ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് പ്ലാസ്റ്റിക് സർജറിയാണ്. അത് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കാം. അതിനകത്ത് 2 ഉപവിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണത്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, അതുപോലെ തന്നെ കോസ്മെറ്റിക് സർജറി. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയല്ലോ. ജന്മനാ വൈകല്യങ്ങൾ, പരുക്ക് പറ്റിയിട്ടൊക്കെ വരുന്ന വൈകല്യങ്ങൾ, അങ്ങനെയുള്ള ഡിഫക്ട്സ് ഒക്കെ തിരുത്താനായിട്ട് യൂസ് ചെയ്യുന്നതാണ് റീകൺസ്ട്രക്റ്റീവ്. കോസ്മെറ്റിക് സർജറി വന്നിട്ട് രൂപഭംഗി വരുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സർജറി. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റും നമ്മുടെ കളിയാണ്.
ഇനി നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു മടുത്തു അല്ലെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പറയാം കേട്ടോ. ഏതാണത്? യൂറോളജി ആൻഡ് ആൻഡ്രോളജി. ഏതാണ്? യൂറോളജി ആൻഡ് ആൻഡ്രോളജി. ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. എന്തായിരിക്കും യൂറോളജി? അതെ, യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും യൂറോളജി എന്ന് പറയുന്നത് അല്ലെ. ഇനി ആൻഡ്രോളജി എന്തായിരിക്കും? ആൻഡ്രോളജി, ആൻഡ്രജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തായിരിക്കും അത്? അതെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ കറക്റ്റ് ആണ്. ഇപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ, അതായത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളെ കൂടെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും ഒരുമിച്ചാണ് കേട്ടോ അവിടെ പറയുന്നത്. രണ്ടും ഒരുമിച്ചാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത്, യൂറോളജി ആൻഡ് ആൻഡ്രോളജി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് കൂടുതൽ കെയർ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു? അത്? ഏതായിരുന്നു? വേഗം പറയൂ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗൈനക്കോളജി എന്നതുപോലെ. അതെ, ഗൈനക്കോളജി എന്നതുപോലെ പുരുഷന്മാർക്കും ഉണ്ട് അല്ലെ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് കൂടുതൽ കെയർ ഫോക്കസ് ചെയ്യുന്ന അത്തരം ഡിപ്പാർട്ട്മെന്റ് ആണ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, പുരുഷന്മാർക്കും ഉണ്ട്. അതിന് സ്ത്രീകൾക്ക് ഗൈനക്കോളജി എന്നതുപോലെയാണ് പുരുഷന്മാർക്ക് ആൻഡ്രോളജി. കേട്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് വായിക്കാം. The branch of medicine that focuses on surgical and medical disease of the male and female urinary tract system and male reproductive organs. ഇത് രണ്ടും ഒരുമിച്ചാണ് കേട്ടോ പറയുന്നത്. യൂറോളജിയും ആൻഡ്രോളജിയും ഒരുമിച്ചാണ് ഇവർ പറയുന്നത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന മെയിലിന്റെയും ഫീമെയിലിന്റെയും, അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും യൂറിനറി ട്രാക്ട് സിസ്റ്റം അല്ലെ, ഈ പറയുന്ന മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ, ഈ പറയുന്ന യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിനെയും അതിൽ വരുന്ന അസുഖങ്ങള്, അതിന്റെ ശസ്ത്രക്രിയ, അതിന്റെ ചികിത്സ, അതോടൊപ്പം തന്നെ എന്താണ് പുരുഷന്മാരുടെ പ്രത്യുൽപാദന വ്യവസ്ഥ, അവയെ ബാധിക്കുന്ന അസുഖങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മളിപ്പോ നിയോനാറ്റോളജി പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു പീഡിയാട്രിക്സിന്റെ സബ് സ്പെഷ്യാലിറ്റി ആണ് നിയോനാറ്റോളജി എന്ന് പറഞ്ഞു. എന്നതുപോലെ ആൻഡ്രോളജി എന്ന് പറയുന്നത് യൂറോളജിയുടെ തന്നെ ഒരു എന്താണ് സബ് സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. യൂറോളജിയുടെ തന്നെ ഒരു ഉപവിഭാഗമാണ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി അടുത്തത് ഓർഗൻസ് അണ്ടർ, അടുത്ത പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. ഓർഗൻസ് അണ്ടർ ദ ഡൊമെയിൻ ഓഫ് യൂറോളജി ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ഇനിയാണ് നമ്മൾ പറയുന്നത് യൂറോളജി എന്ന് പറയുന്ന ആ ഒരു ഡൊമെയിൻ, ആ ഒരു ഫീൽഡിൽ വരുന്ന ഓർഗൻസ് എന്തൊക്കെയാണ്, അവയവങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണത്? കിഡ്നീസ് അല്ലെ, വൃക്കകൾ വരുന്നുണ്ട്. പിന്നെ അഡ്രീനൽ ഗ്ലാൻഡ്സ്. അഡ്രീനൽ ഗ്രന്ഥി നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ട്? എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് പഠിച്ചിരുന്നു കേട്ടോ. അന്തസ്രാവി വ്യവസ്ഥയിൽ പഠിച്ചിരുന്നു. ഞാനന്ന് ജസ്റ്റ് നമുക്കൊരു കുഞ്ഞു നോട്ട് തന്നിരുന്നു അല്ലെ. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ 2 കിഡ്നീസ് അല്ലെ. 2 കിഡ്നികളുടെയും മുകളിലായിട്ട് ഒരു ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ്. അത് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് പറഞ്ഞിരുന്നു കേട്ടോ. ആ ഒരു ഗ്ലാൻഡും ഇവിടെ വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിലെ ജലവും ലവണങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് വൃക്കയുടെ മുകളിലായിട്ടാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കിഡ്നീസ്, അഡ്രീനൽ ഗ്ലാൻഡ്സ്, പിന്നെന്താണ് യൂറിറ്റേഴ്സ്. യൂറിറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മൂത്രനാളി കേട്ടോ. പിന്നെ അടുത്ത എന്താണ്? യൂറിനറി ബ്ലാഡർ അല്ലെ, മൂത്രസഞ്ചി അല്ലെ, മൂത്രസഞ്ചിയാണ്. പിന്നെ യൂറിത്ര, യൂറിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരേ സംഭവം തന്നെയാണ്, മൂത്രനാളിയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. കാര്യം നമ്മളിവിടെ ആൻഡ്രോളജിയും കൂടെ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെ, മെയിൽ പുരുഷ പ്രത്യുൽപാദന അവയവങ്ങളുണ്ട്. ഈ പറയുന്ന പെനിസ്, അതുപോലെ തന്നെ എന്താണ് സ്ക്രോട്ടം, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെയിൽ ടെസ്റ്റിസ് അല്ലെ, വൃഷണങ്ങള്, ഇതൊക്കെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്. അപ്പൊ ഇവയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന യൂറോളജി കേട്ടോ. അപ്പൊ യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഓർഗൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതൊക്കെയാണ് കിഡ്നീസ്, അഡ്രീനൽ ഗ്ലാൻഡ്സ്, യൂറിറ്റേഴ്സ് ആൻഡ് യൂറിത്ര, അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡർ, പ്ലസ് ആൻഡ്രോളജി കൂടെ നമ്മൾ പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ആൻഡ്രോളജി ഈസ് എ സബ് സ്പെഷ്യാലിറ്റി ഓഫ് യൂറോളജി. ഇനി അടുത്തത് എന്താണ്? യൂറോളജി കമ്പൈൻസ് the management of medical conditions such as urinary tract infections and with the management of surgical conditions such as bladder or prostate cancer, അതുപോലെ kidney stones,
കൺജെനിറ്റൽ അബ്നോർമാലിറ്റീസ്, ട്രോമാറ്റിക് ഇഞ്ചുറി. അതായത് യൂറോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് രണ്ട് മാനേജ്മെന്റുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെയാണ് രണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് വന്നിട്ട് മാനേജ്മെന്റ് ഓഫ് ദ മെഡിക്കൽ കണ്ടീഷൻ സച്ചസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അല്ലെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെയുള്ള മെഡിക്കൽ അവസ്ഥകളുടെ മാനേജ്മെന്റും പിന്നെ വേറൊരു മാനേജ്മെന്റ് ഉണ്ട്. അതെന്താണ്? മാനേജ്മെന്റ് ഓഫ് ദ സർജിക്കൽ കണ്ടീഷൻസ്, അല്ലെ, അതായത് ശസ്ത്രക്രിയ അവസ്ഥകളുമായിട്ടുള്ള അത്തരം അതിന്റെ മാനേജ്മെന്റ്. എന്തൊക്കെയാണ് ഈ പറയുന്ന സർജിക്കൽ കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്? ബ്ലാഡർ ഓർ പ്രോസ്ട്രേറ്റ് ക്യാൻസർ, അല്ലെ, ഈ ബ്ലാഡർ ഓർ പ്രോസ്ട്രേറ്റ് ക്യാൻസർ. പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്നത് ബ്ലാഡറിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഒരു എന്താണ് ഓർഗൻ ആണ് കേട്ടോ, പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്നത്. അതിന് വരുന്ന ക്യാൻസർ, അതുപോലെ കിഡ്നി സ്റ്റോൺസ്, അല്ലെ, വൃക്കയിലെ കല്ലുകൾ, അത് സർജിക്കൽ പ്രൊസീജിയറിലൂടെയാണ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ കൺജെനിറ്റൽ അബ്നോർമാലിറ്റീസ്. കൺജെനിറ്റൽ അബ്നോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, അല്ലെ, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ. ഇപ്പൊ ചിലപ്പോ ചില ആളുകൾക്ക് ചിലപ്പോ 2 കിഡ്നിയാണ് വേണ്ടത്, ചിലപ്പോൾ ഒരു കിഡ്നി മിസ്സിംഗ് ആയിട്ട് ജനിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതുപോലെ തന്നെ 2 കിഡ്നീസും ചിലപ്പോൾ അബ്നോർമലി സ്മോൾ ആയിരിക്കും, ഭയങ്കര ചെറുതായിരിക്കും. പിന്നെ ഈ പറയുന്ന കിഡ്നിയുടെ ലൊക്കേഷൻസ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വരില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ചില കൺജെനിറ്റൽ അബ്നോർമാലിറ്റീസ് കേട്ടോ. കൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ആണ് കേട്ടോ, ബർത്ത് ഡിഫക്ട്സ് ആണ്. അതുപോലെ ട്രോമാറ്റിക് ഇഞ്ചുറി, അതായത് എന്താ പറയാ, ഇപ്പം വളരെ സിവിയർ ആയിട്ടുണ്ടാകുന്ന പരിക്കുകൾ കേട്ടോ. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെയാണ് സർജിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മാനേജ്മെന്റും അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് പോലെയുള്ള മെഡിക്കൽ കണ്ടീഷൻസിന്റെ മാനേജ്മെന്റും ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്? യൂറോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? യൂറോളജി കമ്പൈൻസ് ദ മാനേജ്മെന്റ്, 2 കാര്യങ്ങളുടെ മാനേജ്മെന്റ്സ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് മാനേജ്മെന്റ് ഓഫ് ദ മെഡിക്കൽ കണ്ടീഷൻസ്, രണ്ടെന്താണ്? മാനേജ്മെന്റ് ഓഫ് ദ സർജിക്കൽ കണ്ടീഷൻസ്. അപ്പൊ അതൊക്കെ എക്സാമ്പിൾ ആണ് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻസിന് എക്സാമ്പിൾ ആയിട്ട് അവർ പറഞ്ഞത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. പിന്നെ സർജിക്കൽ കണ്ടീഷൻസിന് എക്സാമ്പിൾ ആയിട്ട് അവർ പറഞ്ഞത് ബ്ലാഡർ ഓർ പ്രോസ്ട്രേറ്റ് ക്യാൻസർ. ബ്ലാഡർ എന്ന് പറഞ്ഞാൽ മൂത്രസഞ്ചിയാണ് കേട്ടോ. ബ്ലാഡർ ഓർ പ്രോസ്ട്രേറ്റ് ക്യാൻസർ, അതുപോലെ കിഡ്നി സ്റ്റോൺസ്, പിന്നെ കൺജെനിറ്റൽ അബ്നോർമാലിറ്റീസ്, ഈ പറയുന്ന ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങള്, പിന്നെ ട്രോമാറ്റിക് ഇഞ്ചുറി, സിവിയർ ആയിട്ടുള്ള പരിക്ക്. ഇങ്ങനെയുള്ള 2 മാനേജ്മെന്റുകളെ ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ടാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതോട് കൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഏകദേശം ഫിനിഷ് ആവുകയാണ് കേട്ടോ അവിടെ. കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു അല്ലെ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ട് നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിരുന്നു. IPD, OPD എന്ന് പറഞ്ഞിട്ട്. IPD അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു പോയിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ലേബർ റൂംസ്, മെറ്റർണിറ്റി വാർഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി സർവീസസ് അതിനകത്ത് പറഞ്ഞു. പിന്നെ ഔട്ട് പേഷ്യന്റ് സർവീസസ്, അതാണ് ഇത്രയും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. ഔട്ട് പേഷ്യന്റ് സർവീസസിൽ വരുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ, ആ ഒരു ടാബുലാർ കോളത്തിൽ ഉൾപ്പെടാത്തതുമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ. അപ്പം അത്തരം ഏകദേശം ഞാൻ എനിക്ക് തോന്നുന്നു 24 ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. 24 ഔട്ട് പേഷ്യന്റ് എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു മെയിൻ ഡിവിഷൻ അല്ലെ, ഏതായിരുന്നു അത്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവിടെ കഴിഞ്ഞു കേട്ടോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു, അതിനകത്ത് IPD നമ്മൾ പറഞ്ഞു, OPD എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ഫിനിഷ് ആയി. നെക്സ്റ്റ് മെയിൻ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് നമുക്കതൊന്ന് തുടങ്ങി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്? പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിൽ ഇത്ര അധികം ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞല്ലോ, 24 ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നും വായിക്കുമ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്,
അത് നിങ്ങൾ നോക്കണം. അതോടൊപ്പം തന്നെ എന്തൊക്കെ അവയവങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, അതുപോലെ എന്തിന്റെയൊക്കെ ട്രീറ്റ്മെന്റുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യൽ ടേംസുകൾ ചിലയിടത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ നെഫ്രോളജി ഒക്കെ പറഞ്ഞപ്പോ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ ഒഫ്താൽമോളജി ഒക്കെ പറഞ്ഞപ്പോൾ ഒപ്റ്റോമെട്രി പറഞ്ഞു, ഓർത്തോപ്റ്റിസ്റ്റ് പറഞ്ഞു, അതുപോലെ ഒഫ്താൽമിക് ഇമേജിംഗ് പറഞ്ഞു. അങ്ങനെ കുറെ ടേംസുകളൊക്കെ എക്സ്ട്രാ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. വായിക്കുമ്പോഴായാലും ശ്രദ്ധിച്ചത് വായിക്കാം. കാര്യം ഒത്തിരി ഇലാബറേറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പോയിന്റ്സ് വളരെ ചുരുക്കമുള്ളൂ കേട്ടോ. കുറച്ച് പോയിന്റ്സിൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. 24 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഒത്തിരി ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. പോയിന്റ്സ് വളരെ കുറച്ചുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇനി അടുത്തതാണ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റൽ. എന്താണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഡോക്ടർമാര്, നഴ്സുമാര്, പിന്നെ കുറെ ഇൻപേഷ്യൻസ്, അതുപോലെ ഔട്ട് പേഷ്യൻസ് ഉണ്ട്. അവര് വരുന്നു, ഡോക്ടറെ കാണുന്നു, മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ച് പോകുന്നു. അത് മാത്രമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അല്ല, അതല്ലാതെ ഒത്തിരിയേറെ സേവനങ്ങള് അവിടെ ഉണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ നമ്മള് ഡോക്ടറെ കാണാൻ വലിയ ഫുഡ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചായ കുടിക്കുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം കൊടുക്കുന്ന മറ്റു പല സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സും ഹോസ്പിറ്റലിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിപ്പോ പേഷ്യൻസ് ആണെങ്കിൽ അവിടെ അഡ്മിറ്റ് ആവുമ്പോൾ നമ്മൾ ഡെയിലി അല്ലെ ബാത്റൂം വാഷ് ചെയ്യുന്നുണ്ട്, വാഷ് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്, ബെഡ്ഷീറ്റ് മാറ്റാൻ ആൾക്കാർ വരുന്നുണ്ട്, പില്ലോ കവർ മാറ്റാൻ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ ഓരോ പേഷ്യന്റിനും അവർക്ക് അനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ എപ്പോഴും ഫ്ലോറ് ക്ലീൻ ചെയ്ത്, ഇതൊക്കെ എന്താണ് ഒത്തിരി സേവനങ്ങളാണ് അല്ലെ. അതൊക്കെ എന്താണ് ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടീവ് സർവീസസ് ആണ് അല്ലെ. അത്തരം ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് ജസ്റ്റ് വായിക്കാം. ക്ലിനിക്കൽ ലബോറട്ടറീസ് അല്ലെ, ക്ലിനിക്കൽ ലാബ്സ്, ലബോറട്ടറി സർവീസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ ലാബ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറീസ്, പിന്നെന്താണ് റേഡിയോ ഡയഗ്നോസിസ് സർവീസ്, അതും നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. റേഡിയോളജി, ഇമേജിംഗ് ടെക്നോളജി ഒക്കെ നിങ്ങൾ പഠിച്ചതല്ലേ. അപ്പൊ റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, പിന്നെന്താണ് CSST അല്ലെ. അത് നമുക്ക് ഇനി പഠിക്കാനുണ്ട് കേട്ടോ. ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, പിന്നെന്താണ് ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, ഹൗസ് കീപ്പിംഗ്, അതുപോലെ ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഡയറ്ററ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് തുടക്കം പറഞ്ഞിരുന്നു. ഇതുപോലെ ഡയറ്ററി സർവീസ് നിങ്ങൾക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെന്താണ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ മെഡിക്കൽ സോഷ്യൽ സർവീസ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ലാസ്റ്റ് എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയും. അപ്പൊ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് എടുത്തോ കേട്ടോ, നോട്ട് എടുത്തോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറയും. പക്ഷെ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുമ്പോൾ ഒരു 2-3 സെന്റൻസിൽ ഒരു ഇത് നിങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. നീട്ടി വരച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആവില്ല. ജസ്റ്റ് 1-2 ഇതിലുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോ എന്താ പറയാ, ജസ്റ്റ് ഒരു സിംഗിൾ സെന്റൻസ് ആയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കളക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞോടെ ഒരുപാട് സമയമില്ല. അപ്പൊ ജസ്റ്റ് രണ്ട് സർവീസ് നമുക്കൊന്ന് എഴുതി വെക്കാം കേട്ടോ. അതിനുള്ള സമയമുണ്ട്. ആദ്യത്തെ എഴുതിക്കോളൂ, ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഒരു ഹൈഫൺ ഇടാം കേട്ടോ. ക്ലിനിക്കൽ ലബോറട്ടറീസ് ഒരു ഹൈഫൺ ഇട്ടോളൂ. അധികമൊന്നുമില്ല, ഒരു കുഞ്ഞു സെന്റൻസ് കേട്ടോ. ജസ്റ്റ് ആ പേര് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എഴുതാനും പറ്റണം. ക്ലിനിക്കൽ ലബോറട്ടറീസ് ഹൈഫൺ ഇട്ട് എഴുതിക്കോളൂ. പ്രൊവൈഡിങ് എഴുതിക്കോളൂ കേട്ടോ. പ്രൊവൈഡിങ് wide range of lab tests, providing wide range of lab tests which help doctors for treatment, diagnose and manage patients. ഒന്നുകൂടെ വായിക്കാം. ക്ലിനിക്കൽ ലബോറട്ടറീസ് ഹൈഫൺ ഇട്ട് എഴുതാം. പ്രൊവൈഡിങ്
wide range of lab tests which help the doctors for treatment, diagnose and manage patients. നമ്മൾ ഓൾറെഡി ലാബ് ലബോറട്ടറി സർവീസ് പഠിച്ചതാണ് അല്ലെ. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു ലാബിന് ഉണ്ടെന്നുള്ളതും നമുക്കറിയാം അല്ലെ. പല രോഗങ്ങളുടെ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഏകദേശം ഒരു 70% രോഗങ്ങളുടെ ഡയഗ്നോസിസ് നടക്കുന്നത് ഇത്തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളിലൂടെയാണ്. അപ്പോ എന്താണ് ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്ന ഒരു വകുപ്പാണ്. അത് വന്നിട്ട് ഡോക്ടേഴ്സിനെ രോഗനിർണയം നടത്താനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സേവനമാണ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ അത്ര എഴുതി വയ്ക്കും. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ ഇന്നത്തെ ക്ലാസ് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാണ്. മിസ്സായവരെ ഒന്ന് ജസ്റ്റ് കേൾക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി ആണ് ഇത് നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്. പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ദെയർ ഡിസീസസ് ആണ്. നിയോനാറ്റോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ് ആണ്. എങ്ങനെയുള്ള സേവനമാണ് അവർ കൊടുക്കുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് സ്പെഷ്യൽ കെയർ ടു ദ ന്യൂ ബോൺ ചൈൽഡ് അല്ലെ. ന്യൂ ബോൺ ചിൽഡ്രൻ ആണ്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കുറെ കേസുകൾ പറഞ്ഞിരുന്നു. പ്രിമച്വർ ബേബീസ്, അതുപോലെ തന്നെ ഭാരം അല്ലെ വേണ്ടത്ര ഭാരമില്ലാത്ത കുഞ്ഞുങ്ങള്, ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉള്ള കുട്ടികള്, ബർത്ത് ഡിഫക്റ്റ് ഉള്ള കുട്ടികൾക്കൊക്കെ പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനാറ്റോളജി. അത് ശ്രദ്ധിക്കാം. NICUയിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ NICUവിന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചിരിക്കണം. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അത്രയും വരുന്നുള്ളൂ അതിനകത്ത് വരുന്ന പോയിന്റ്സ് കേട്ടോ. പിന്നെ നമ്മൾ സൈക്യാട്രി എന്താണെന്ന് കണ്ടു. സൈക്യാട്രി എന്ന് പറഞ്ഞ് മാനസിക വെല്ലുവിളികളൊക്കെ നേരിടുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ പ്രത്യേകമായിട്ട് അവര് പറഞ്ഞത് എന്തൊക്കെ സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെ സേവനങ്ങളായിരുന്നു? പ്രൊവൈഡിംഗ് ദ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, അതുപോലെ കണ്ടക്ടിങ് IQ ടെസ്റ്റ്, പിന്നെ ട്രീറ്റിംഗ് ഡയഗ്നോസിംഗ് സൈക്യാട്രിക് ഇൽനെസ്, ഡി അഡിക്ഷൻ സർവീസസ്. പിന്നെ നമ്മൾ പറഞ്ഞു പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് പൾമണോളജി. അതിന്റെ മറ്റു പേരുകളും നമ്മൾ പഠിച്ചു കേട്ടോ. ഏതൊക്കെയായിരുന്നു? റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പൾമണോളജി തന്നെയാണ് കേട്ടോ. പിന്നെ അതിനകത്ത് വരുന്ന സ്പെഷ്യൽ എന്തൊക്കെ ഡിസീസസിനാണ് അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞു അലർജി ഉണ്ട്, ബ്രോങ്കൈറ്റിസ് ഉണ്ട്, ലങ് ക്യാൻസർ ഉണ്ട്, അതുപോലെ ന്യൂമോണിയ, ട്യൂബർക്ലോസിസ്, ആസ്മ, സിവിയർ ചെസ്റ്റ് ഇൻഫെക്ഷൻസിനൊക്കെ അവര് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി. അത് എന്താണെന്ന് മനസ്സിലായി. 2 ടൈപ്പ് പ്ലാസ്റ്റിക് സർജറി ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, അതോടൊപ്പം തന്നെ കോസ്മെറ്റിക് സർജറി. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ദാറ്റ് കറക്റ്റ്സ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റ് ആണ് കേട്ടോ. അതേസമയം കോസ്മെറ്റിക് സർജറി എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് ബോഡി, അതായത് രൂപഭംഗി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു യൂറോളജി ആൻഡ് ആൻഡ്രോളജി, അതായത് മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിന് വരുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിന്റെ സർജറീസും, പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വരുന്ന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. ആൻഡ്രോളജി ഇസ് എ സബ് സ്പെഷ്യാലിറ്റി ഓഫ് യൂറോളജി. സ്ത്രീകൾക്ക് ഗൈനക്കോളജി എന്നതുപോലെയാണ് പുരുഷന്മാർക്ക് ആൻഡ്രോളജി എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന ഓർഗൻസ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഏതൊക്കെയായിരുന്നു? കിഡ്നി ഉണ്ട്, അഡ്രിനൽ ഗ്ലാൻഡ്സ് ഉണ്ട്, യൂറിറ്റേഴ്സ് ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, അതുപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഉണ്ട്. പിന്നെ നമ്മൾ അതോടുകൂടി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു. നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് വരുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസസുകൾ ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു കേട്ടോ. ഫസ്റ്റ് ക്ലിനിക്കൽ ലാബ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ചോദിച്ചോളൂ. മാഡം ഡയഗ്നോസിസ് മാനേജ് കഴിഞ്ഞിട്ട് പിന്നെ എന്തോന്ന് പറഞ്ഞു മാഡം? എന്താണ്? ഡോക്ടേഴ്സ് ഫോർ ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് ആൻഡ് മാനേജ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്തോന്ന് പറഞ്ഞു? മാനേജ് പേഷ്യൻസ്, രോഗികള് മാനേജ് പേഷ്യൻസ്. ഒന്നുകൂടെ വായിക്കാം. വൈഡ് റേഞ്ച് ഓഫ് ലാബ് ടെസ്റ്റ് വിച്ച് ഹെൽപ്പ് ദ ഡോക്ടേഴ്സ് ഫോർ ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് ആൻഡ് മാനേജ് പേഷ്യൻസ്. രോഗികളെ മാനേജ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ജോഷി എന്താ പറഞ്ഞത്? മെസ്സേജ് കണ്ടില്ലോ. എന്തിന്റെ സെക്കൻഡ് പോയിന്റ് ആണ് പറയാൻ പറഞ്ഞത് ജോഷി? ജോഷി എന്തോ എന്നോട് ചോദിച്ചല്ലോ.
എന്തോ സെക്കൻഡ് പോയിന്റ് എന്തോ പറയാനായിട്ട് എന്തായിരുന്നു അത്? ഒന്ന് ടൈപ്പ് ചെയ്തു കണ്ടില്ലായിരുന്നു. സൈക്യാട്രിയുടെ സെക്കൻഡ് പോയിന്റ് അല്ലേ? സൈക്യാട്രിയുടെ സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്. അതായത് മാനസിക രോഗങ്ങളുള്ള ആൾക്കാരില്ലേ, അവരെ ട്രീറ്റ് ചെയ്യാം, അവരുടെ രോഗനിർണയം, അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അവരെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം, അങ്ങനെയുള്ള സേവനങ്ങൾ കേട്ടോ. മാനസിക രോഗികളെയൊക്കെ ചികിത്സിക്കുക, അവർക്ക് വേണ്ട ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അങ്ങനെയുള്ള സേവനം. കേൾക്കുന്നുണ്ട് ഫാത്തിമ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഓക്കെ അല്ലേ? മാഡം പ്ലാസ്റ്റിക് സർജറിയില് ഫസ്റ്റ് എന്ന് പറയാം മാഡം. പ്ലാസ്റ്റിക് സർജറിയിൽ ഫസ്റ്റ് വന്നത് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആണ് കേട്ടോ. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്താണ് ചെയ്യുന്നത്? ദാറ്റ് കറക്റ്റ്സ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റ്. അതായത് രൂപവൈകല്യങ്ങളും പ്രവർത്തന വൈകല്യങ്ങളും ഒക്കെ ശസ്ത്രക്രിയയിലൂടെ എന്താണ് ശരിയാക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് സർജറിയാണ് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പരിക്കൊക്കെ മൂലം എന്തെങ്കിലും രൂപവൈകല്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പൊള്ളലേറ്റിട്ട് മറ്റെന്തെങ്കിലും രൂപവൈകല്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ സർജറിയിലൂടെ ഒരു പരിധി വരെ അല്ലെ, ഒരു പരിധി വരെ അവരുടെ ആ ഒരു നോർമൽ രൂപത്തിലേക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന സർജറിയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ചെസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ശ്വാസകോശത്തിന് വരുന്ന പ്രശ്നമാണ് കേട്ടോ. ചെസ്റ്റ് ഇൻഫെക്ഷൻ കുട്ടികൾക്കൊക്കെ വരാറില്ലേ, പനിയൊക്കെ വരുമ്പോ ഭയങ്കര ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ആന്റിബയോട്ടിക്സ് ഒക്കെ എഴുതാറുണ്ട് ആ സമയത്ത്. ക്ലിയർ ആണല്ലോ? പിന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.